ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ IT-യിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ദ വേൾഡ് ഓഫ് ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക്. അതേപോലെ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാ? പ്രസിദ്ധീകരണത്തിലേക്ക്, പബ്ലിഷിംഗ്. ഈ 2 ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് തിയറി കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ചോദ്യം ഉത്തരം മാത്രമായിട്ടായിരിക്കില്ല നമ്മൾ പഠിക്കുന്നത്. അതിലെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം ചോദ്യങ്ങൾ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണ്ടേ. അപ്പോൾ അതിലെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എത്രയോ ചിത്രങ്ങൾ കാണാറുണ്ട് അല്ലേ? എത്രയോ ചിത്രങ്ങൾ നമ്മൾ വാട്സാപ്പിൽ ഇങ്ങോട്ടേക്കും എത്രയോ ചിത്രങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട്, എത്രയോ പിക്ചേഴ്സ് അയച്ചു കൊടുക്കാറുണ്ട്, നമ്മൾ എത്ര ഫോട്ടോസ് എടുക്കാറുണ്ട് അല്ലേ? അത്തരത്തിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ പരിചയമുള്ള ചില ചിത്ര ഫയൽ ഫോർമാറ്റ് ഉണ്ട്, ഇമേജ് ഫയൽ ഫോർമാറ്റ് ഉണ്ട്. ആലോചിച്ച് നോക്കാൻ പറ്റുമോ? അതായത് PNG, JPG, ഇവിടെയുള്ള ഇതുണ്ടോ? PNG, JPG, ഇത്തരത്തിലുള്ള ഇമേജ് ഫയൽ ഫോർമാറ്റ്. PNG, JPG നമുക്ക് ഭയങ്കര ഫെമിലിയറാണ്, നമുക്ക് ഭയങ്കര പരിചയമില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ ഒരു ഇമേജ് എന്തെങ്കിലും ഒരു ഇമേജിൻ്റെ ഒരു പേര് .svg, .png, .jpg എന്നൊക്കെ കാണാൻ പറ്റും അല്ലേ? അതിനകത്ത് PNG, JPG നിങ്ങൾക്ക് ഭയങ്കര പരിചയം ഉണ്ടാവും. കാരണം ഇടയ്ക്കിടെ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ കണ്ടോ, ഈ ഒരു .svg എന്ന് പറഞ്ഞൊരു ഫയൽ കാണാം അല്ലേ? അതൊരു ഇമേജ് ഫയലാണ്, ഇതൊരു ഇമേജ് ഫയൽ ഫോർമാറ്റ് ആണ്. എന്നാൽ എന്താണ് ഈ SVG, PNG, JPG പോലുള്ള ഇമേജുകളും ഈ SVG ഇമേജും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങൾ കാണാം, ഞാനിവിടെ SVG ഇമേജും PNG ഇമേജും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം, ഇവിടെ ഫയൽ നെയിം ഹണി, ഇവിടെയും ഫയൽ നെയിം ഹണി. അതിൻ്റെ സൈഡിൽ കണ്ടോ, ഇതിനാണ് ഈ .svg ഇങ്ങനെ കൊടുക്കുന്നതിനാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ .png ഉണ്ട്, ആ എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ? ഇവിടെ കൊടുത്തുള്ള ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു SVG ഇമേജ് ആണ്, ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് PNG ഇമേജ് ആണ്. നമ്മുടെ ഈ ഒരു PNG ഇമേജിനെ ഞാൻ സൂം ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അതിനെ സ്കെയിൽ ചെയ്യുന്നത് ഞാൻ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ഞാനിങ്ങനെ സൂം ചെയ്ത് പോകുന്ന സമയത്ത് എന്താ അവിടെ സംഭവിക്കുന്നത്? അതിൻ്റെ ക്ലാരിറ്റി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? PNG ചിത്രം ഞാൻ സൂം ചെയ്യുന്ന സമയത്ത്, PNG ഇമേജ് ഞാൻ സ്കെയിൽ ചെയ്യുമ്പോൾ അഥവാ സൂം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു. ലോസ് ദെയർ ക്ലാരിറ്റി, വ്യക്തത നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയാണെങ്കിൽ SVG ചിത്രമോ? നമുക്ക് SVG ചിത്രം ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ SVG ചിത്രം എടുക്കുന്നു, അതിനൊന്ന് സൂം ചെയ്യുന്നു. അതിനെ സൂം ചെയ്യുമ്പം അതിൻ്റെ വ്യക്തതയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അഥവാ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ലോസായി പോകുന്നുണ്ടോ? ഇല്ലാലോ. അതിൻ്റെ വ്യക്തത, അതായത് SVG ഇമേജിൻ്റെ വ്യക്തത, ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ PNG ഇമേജ് സൂം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, PNG പിക്ചേഴ്സ് ലോസ് ദിയർ ക്ലാരിറ്റി വെൻ സൂംഡ് ഇൻ. എന്നാൽ ക്ലാരിറ്റി ഓഫ് SVG പിക്ചേഴ്സ് ആർ നോട്ട് എഫക്റ്റഡ് വെൻ സൂംഡ് ഇൻ. അത് നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത്, SVG ചിത്രങ്ങൾ സൂം ചെയ്യുന്ന സമയത്ത് അത് വലുതാക്കുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ. ഈ ഗ്രാഫിക്സ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരില്ലേ? ഗ്രാഫിക്സ് ഫീൽഡിലൊക്കെ പല ആവശ്യങ്ങൾക്കായിട്ട് ചില ഇമേജസ് ഒരുപാട് തവണ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പല ആവശ്യങ്ങൾക്ക് നമുക്ക് പല ലോഗോകളൊക്കെ തയ്യാറാക്കിയിട്ട് അത് ഉപയോഗിക്കേണ്ടിയൊക്കെ വരും. PNG പോലുള്ള ഇമേജ് എടുക്കുന്നതായിരിക്കുമോ SVG ഇമേജ് എടുക്കുന്നതായിരിക്കും നല്ലത്? ഈ ചെറിയൊരു കാര്യത്തിലൂടെ നിങ്ങൾ അറിയുന്ന രീതിയിലൊന്ന് നോക്കി ഏതായിരിക്കും ബെറ്റർ അല്ലേ? അത് നമുക്കൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം. സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന PNG ഇമേജ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് സൂം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വ്യക്തതയൊന്നും നഷ്ടപ്പെട്ടു പോകാത്ത, അതായത് അതിൻ്റെ വ്യക്തത നഷ്ടപ്പെട്ടു പോകാത്ത SVG ഇമേജസ് ഒക്കെ എടുക്കുന്നതായിരിക്കില്ലേ കുറച്ചും കൂടി ബെറ്റർ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ SVG ഇമേജസ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പഠിക്കുന്നത്. പിന്നെ ചെറിയൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുതരാം. PNG ഇമേജിൻ്റെയും SVG ഇമേജിൻ്റെയും പ്രത്യേകതയിൽ ഒരു കാര്യം മനസ്സിലാക്കുക. SVG ഇമേജസിന് കുറച്ച് ചെറിയ ഫയൽ സൈസ് ഉണ്ടാവും, എന്നാൽ PNG ഇമേജിന് കുറച്ച് വലിയ ഫയൽ സൈസ്. PNG ഇമേജിനെ അപേക്ഷിച്ച് SVG ഇമേജിന് ചെറിയ ഫയൽ സൈസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. SVG എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? ഈ SVGയുടെ പൂർണ്ണരൂപം എന്താ? SVGയുടെ ഫുൾ ഫോം എന്താ? ഇമ്പോർട്ടൻ്റ് ആണ്. SVGയുടെ പൂർണ്ണരൂപം സ്കേലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്. ചോദിക്കാറുണ്ട് SVG. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന PNG, JPG ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള PNG, JPG ഈ ഇമേജുകളൊക്കെ തന്നെ ബിറ്റ് മാപ്പ് ഇമേജുകളാണ്. ബിറ്റ് മാപ്പ് ചിത്രങ്ങൾ റാസ്റ്റർ ചിത്രങ്ങളും SVG, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന SVG ഇമേജസ് വെക്റ്റർ ചിത്രങ്ങളുമാണ്. ആ കാര്യം മനസ്സിലാക്കുക. ബിറ്റ് മാപ്പ് ചിത്രങ്ങൾ റാസ്റ്റർ ചിത്രങ്ങൾ എന്ന് നമുക്ക് പറയാം. അതേപോലെ SVG ചിത്രങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന SVG പിക്ചേഴ്സ് ആർ വെക്റ്റർ ഇമേജസ്. ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ഒരൊറ്റ സ്ലൈഡിലൂടെ 3-4 ചോദ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ 2-3 ചോദ്യങ്ങൾക്കുള്ളെങ്കിലും ഉത്തരങ്ങൾ നമ്മൾ ഈ ഒരു സ്ലൈഡിലൂടെ പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ, നമ്മളീ പറഞ്ഞ PNG, JPG പോലുള്ള റാസ്റ്റർ ഇമേജസിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് GIMP എന്ന് പറയുന്നത്. അപ്പോൾ റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അതിൻ്റെ അത് പ്രധാനപ്പെട്ട ഒന്നാണ് GIMP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. എന്നാൽ നിങ്ങളിവിടെ കണ്ടോ,
ഇവിടെ ഞാനിവിടെ 5 സോഫ്റ്റ്വെയർസ് വെച്ചിട്ടുണ്ട്. ഇങ്ക്സ്കേപ്പ്, ലിബർ ഓഫീസ് ഡ്രോ, കാർബൺ, അഡോബ് ഇലസ്ട്രേറ്റർ, കോറൽ ഡ്രോ. ഈ 5 എണ്ണം വെച്ചിട്ടുണ്ട്. ഈ 5 എണ്ണവും വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഈ 5 എണ്ണം വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ജിംബ് എന്ന് പറയുന്നത് ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇങ്ക്സ്കേപ്പും ലിബർ ഓഫീസ് ഡ്രോ ഒരു പച്ച കളറിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ രസത്തിന് കൊടുത്തതല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഈ 5 എണ്ണം വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, എന്നാൽ ഈ ഇങ്ക്സ്കേപ്പ് നമുക്ക് ഭയങ്കര പരിചയമുണ്ട്, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലിബർ ഓഫീസ് ഡ്രോ, ഈ 2 എണ്ണത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അഥവാ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളാണ്. ഇങ്ക്സ്കേപ്പ്, ലിബർ ഓഫീസ് ഡ്രോ എന്നിവ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളാണ്, അഥവാ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാം. നമ്മൾ കുറേ ചിത്രങ്ങൾ കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ചിത്രങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിൽ ചിത്രങ്ങൾ ഉണ്ടാകുന്നത് കുഞ്ഞു കള്ളിയായിട്ടാണ്. അതായത് ചെറിയ ടൈനി സ്ക്വയേഴ്സ് ആയിട്ട്. ഇവിടെ കണ്ടില്ലേ? ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട്, ടൈനി സ്ക്വയേഴ്സ് ആയിട്ട്, ചെറിയ ചതുരങ്ങളായിട്ടാണ് നമ്മളെ കമ്പ്യൂട്ടറിൽ ഇമേജസ് ഫോം ആവുന്നത്, ഇമേജസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ടൈനി സ്ക്വയേഴ്സിനെ, ആ ഒരു സമചതുരം പോലെയുള്ള ചെറിയ കള്ളികളുണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ കാണുന്നതിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, പിക്സൽ. ഇത്തരത്തിലുള്ള കുറേ പിക്സലുകൾ ചേർന്നിട്ടാണ് കമ്പ്യൂട്ടറിൽ ഇമേജ് ഫോം ചെയ്യുന്നത്, ഇമേജ് ഉണ്ടാകുന്നത്. ഓക്കെ, അത്രയും കാര്യമൊക്കെ ആണല്ലോ. അവിടെ നിങ്ങൾക്കൊരു ചോദ്യം കാണാം. പലപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഈ രീതിയിലുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം എന്താ? 150x100, അതായത് 150x100 പിക്സൽ സൈസുള്ള ഒരു ചിത്രത്തിൽ ആകെ എത്ര പിക്സൽസ് ഉണ്ടാവും? ഇത്രയേ ഉള്ളൂ. 150x100, 150x100 സൈസുള്ള ഒരു ചിത്രത്തിൽ ടോട്ടൽ ആകെ എത്ര പിക്സൽസ് ഉണ്ടാവും? എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാൻ. അതിനു മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. ഇപ്പൊ തന്നെ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. എന്നാലും അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്നുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കണം. ഇവിടെ ഞാൻ 800x600, 800x600 സൈസുള്ള ഒരു ചിത്രത്തിൽ എത്ര പിക്സൽസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം കൊടുത്തിരിക്കുന്ന 800 എന്ന് പറയുന്ന സംഖ്യ എക്സ് ആക്സിസിലെ പിക്സലുകളുടെ എണ്ണമാണ്. എക്സ് ആക്സിസിലെ ഈ എക്സ് ആക്സിസിലെ പിക്സലുകളുടെ എണ്ണമാണ് ഈ ആദ്യം കൊടുത്തിരിക്കുന്ന 800 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൽ 800 പിക്സലും രണ്ടാമത് കൊടുത്തിരിക്കുന്നത് വൈ ആക്സിസിലുള്ള പിക്സലിന്റെ എണ്ണമാണ്. ഓക്കെ, വൈ ആക്സിസിലുള്ള പിക്സലിന്റെ എണ്ണമാണ് പറയുന്നത്. 800x600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിത്രത്തിൽ ടോട്ടൽ എത്ര പിക്സൽസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ 800ഉം 600ഉം അങ്ങോട്ടേക്ക് ഗുണിച്ചാൽ മതി. ഓക്കെ, 800 × 600 ടോട്ടൽ നിങ്ങൾക്ക് 4,80,000 എന്ന ഒരു സംഖ്യ കിട്ടും. ഓക്കെ, 4,80,000 എന്ന സംഖ്യ കിട്ടും. 4,80,000 പിക്സൽസ് ആയിരിക്കും ആ ഒരു ഈ ഒരു 800x600 സൈസുള്ള ഒരു ചിത്രത്തിൽ ടോട്ടൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു. ഇതിൽ കാണുന്ന 800 എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള പിക്സലുകളുടെ എണ്ണമാണ്. 600 എന്ന് പറയുന്നത്, രണ്ടാമത് കാണുന്ന 600 എന്ന് പറയുന്നത് വൈ ആക്സിസിലുള്ള പിക്സലുകളുടെ എണ്ണമാണ്. അത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. 150x600 ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പിക്സലിന്റെ എണ്ണം കിട്ടണമെങ്കിൽ അത് 2 തമ്മിൽ ഗുണിച്ചാൽ പോരെ. അത് 2 തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടും? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്കിവിടെ ഓപ്ഷൻ ബി ആയിട്ട് കാണാൻ പറ്റുന്ന 15,000 പിക്സൽ എന്നതാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന PNG, JPG അതൊക്കെ തന്നെ റാസ്റ്റർ ഇമേജസ് ആണ്. ഓക്കെ, അത് നിർമ്മിക്കപ്പെടുന്ന സമയത്ത്, അത് ഉണ്ടാവുന്ന സമയത്ത്, അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓരോ പിക്സലിന് നിറങ്ങൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞില്ലേ? ഈ നിറവും അതിൻ്റെ വലിപ്പവും ഒക്കെ തന്നെ അതിൻ്റെ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും, ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അഥവാ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു പ്രോഗ്രാമിൽ തന്നെ ഓരോ പിക്സലിൻ്റെയും കളറും അതിൻ്റെ സൈസും മെൻഷൻ ചെയ്ത് വച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന PNG, JPG പോലുള്ള റാസ്റ്റർ ഇമേജസ് നമ്മളിങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന അധിക പിക്സൽസ് ഉണ്ടല്ലോ, ആ അധിക പിക്സല് അതിൻ്റെ ചുറ്റുപാടുള്ള മറ്റ് നെയ്ബറിംഗ് പിക്സൽസിൻ്റെ പ്രോപ്പർട്ടീസിനെ മനസ്സിലാക്കിയിട്ടാണ്, ആ പ്രോപ്പർട്ടീസ് അഥവാ അതിന് ചുറ്റുമുള്ള മറ്റ് പിക്സൽസിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിഞ്ഞിട്ടാണ് ഈ അധിക പിക്സലുകൾ ഉണ്ടാവുന്നത്. ആ ഒരു ചെറിയ കാര്യം നിങ്ങൾ അവിടെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം PNG, JPG പോലുള്ള റാസ്റ്റർ ഇമേജ് സൂം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വ്യക്തത നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ സൂം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോവാത്ത ഇമേജ് ഉണ്ടല്ലോ, SVG ഇമേജസ്, വെക്ടർ ഇമേജസ്. ഈ വെക്ടർ ഇമേജസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശ്രദ്ധിക്കുക, വെക്ടർ ചിത്രങ്ങൾ, ഈ ഒരു ലൈന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
ഈ 2 ലൈൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും. കാരണം ഇത് അങ്ങനെ തന്നെ തന്നിട്ട് ചോദിക്കാറുണ്ട്, ഇത് ഏത് ചിത്രത്തെ പറ്റിയാണ്. ഇതിൽ ആദ്യത്തെ ഈ ഒരു ഭാഗം തരില്ല, ഓക്കെ, അല്ലാണ്ട് ബാക്കി തന്നിട്ട് ചോദിക്കും ഇത് ഏത് ചിത്രത്തെ പറ്റിയാണ് പറഞ്ഞത്, ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ ഇവിടെ വേണ്ടേ? വെക്ടർ ചിത്രങ്ങൾ 2 ബിന്ദു, അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടാവും, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, എൻഡിങ് പോയിന്റ് ഉണ്ടാവും. ആ 2 ബിന്ദുക്കൾക്കിടയിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു പാത അഥവാ പാത്ത് ഉണ്ടാവും. ആ പാത്തിനെ ഉപയോഗിച്ചാണ് നമ്മുടെ വെക്ടർ ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു എൻഡിങ് പോയിന്റ്, അങ്ങനെ തന്നെ നിങ്ങൾക്ക് തരാറുണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ്, എൻഡിങ് പോയിന്റ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെയും എൻഡിങ് പോയിന്റിന്റെയും ഇടയിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു ആരംഭ ബിന്ദു ഉണ്ടാവും, ഒരു അന്ത്യബിന്ദു ഉണ്ടാവും. ഈ 2 ബിന്ദുക്കൾക്കിടയിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള പാത അനുസരിച്ചാണ് വെക്ടർ ചിത്രങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഈ പാത അഥവാ പാത്തില്ലേ, ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ദിസ് പാത്ത് കുഡ് ബി പാർട്ട് ഓഫ് എനി ജോമെട്രിക് ഷേപ്പ് ലൈക്ക് സ്ട്രെയിറ്റ് ലൈൻ, സ്ക്വയർ, ട്രയാങ്കിൾ ഓർ എ കർവ്. അതായത് സ്ട്രെയിറ്റ് ലൈനിന്റെ അല്ലെങ്കിൽ കേവിന്റെ അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സ്ക്വയേഴ്സിന്റെ ഒക്കെ തന്നെ ഭാഗമായിരിക്കും ഈ പാത്ത് എന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ആസ് ദ ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ഡയറക്ഷൻ ഡിഫൈൻഡ് ബൈ ഇക്വേഷൻ. അതായത് അതിന്റെ ദിശകൾ അടക്കമുള്ള കാര്യങ്ങൾ കുറച്ച് ഇക്വേഷൻസ് ആയിട്ടായിരിക്കും അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഓക്കെ, കുറച്ച് ഇക്വേഷൻസ് ആയിട്ടായിരിക്കും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിത്രം സൂം ചെയ്യുന്ന സമയത്ത് ഒരു ഇക്വേഷൻ ആയിട്ടാണല്ലോ അത് ഡിഫൈൻ ചെയ്ത് വെച്ചത് അല്ലെ. അതുകൊണ്ട് നമ്മൾ ഈ ചിത്രം സൂം ചെയ്യുന്ന സമയത്ത് ആ ഇക്വേഷൻ അനുസരിച്ചിട്ട് അതിന് വേണ്ട മാറ്റങ്ങൾ അത് സ്വയം വരുത്തിക്കോളും. അതിന് വേണ്ട മാറ്റങ്ങൾ അത് തന്നെ വരുത്തിക്കോളും. ആ ഇക്വേഷൻ അനുസരിച്ച് ആ മാറ്റങ്ങൾ അതിൽ വന്നോളും. അതുകൊണ്ട് തന്നെ വ്യക്തത നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് നിലനിർത്താൻ പറ്റും. ആ വ്യക്തത അതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും അങ്ങോളം പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലേ. ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ, അതൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്, ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഒരു ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, ഇനി വളരെ പ്രധാനമുള്ള ഒരു കാര്യം, ഇതെന്താ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നതെന്ന്? ഇത് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് ചോദ്യം എന്ന് വെച്ചാൽ ഒരു 3-4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഒന്ന് പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ശ്രദ്ധിച്ചോ, ഇവിടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഒന്ന്, ഫിൽ എന്ന് പറയുന്ന ടാബ് ഉണ്ട് അല്ലെ. ഫിൽ എന്ന് പറയുന്ന ടാബ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഷേപ്പിന്റെ ഒക്കെ അകത്ത് കളർ നിറയ്ക്കാനും അതിൽ ഗ്രേഡിയന്റ് കൊടുക്കാനൊക്കെ നമുക്ക് ഫിൽ ടാബ് ഉപയോഗിച്ചിട്ട് പറ്റും. രണ്ടാമത്തെ എന്താ? സ്ട്രോക്ക് പെയിന്റ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഒരു ചിത്രത്തിന്റെ പരിധി, അതിന്റെ ബോർഡർ ഉണ്ട് അല്ലെ, ഔട്ട്ലൈന്, അതിന് പെയിന്റ് കൊടുക്കാനൊക്കെ ഈ സ്ട്രോക്ക് പെയിന്റ് ഉപയോഗിച്ചിട്ട് പറ്റും. അടുത്ത സ്ട്രോക്ക് സ്റ്റൈൽ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഔട്ട്ലൈൻ അഥവാ ബോർഡറിനെ സ്റ്റൈൽ മാറ്റം വരുത്താനും അതിന്റെ വിടുത്ത് കൂട്ടാനും കുറക്കാനും ഒക്കെ തന്നെ നമുക്ക് ആ ഒരു ടാബ് ഉപയോഗിച്ചിട്ട് പറ്റും. അത്രയും കാര്യങ്ങളാണ് ഈ മുകളിലുള്ളത്. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഇവിടെ കണ്ടില്ലേ, ഇവിടെയുള്ള 1, 2, 3, 4 ഈ 4 എണ്ണം, അതിനകത്ത് ഈ 2 ഗ്രേഡിയന്റിനെ പറ്റിയിട്ട് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പം ഇത് വട്ടമിട്ടിട്ട് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വട്ടമിട്ടിട്ട് ചോദിക്കും എന്താണിത്, അല്ലെങ്കിൽ ഇത് വട്ടമിട്ടിട്ട് ചോദിക്കും, അങ്ങനെ ചോദിക്കാറുണ്ട്. നോക്കാം, ഇവിടെ കാണുന്ന ഇൻഡു മാർക്ക് അല്ലെ. ഈ ഇൻഡു മാർക്ക് എന്ന് പറയുന്നത് നോ പെയിന്റ് ആണ്. നോ പെയിന്റ് കളറൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അടുത്ത് ഇവിടെ കാണുന്ന ഇതില്ലേ, ഇതാണ് ഫ്ലാറ്റ് കളർ. ഓക്കെ, ഫ്ലാറ്റ് കളർ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കളർ നമുക്ക് ജസ്റ്റ് ഒരു ബ്ലൂ മാത്രം അല്ലെങ്കിൽ ഒരു ഗ്രീൻ മാത്രം അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് കളർ ഉപയോഗിക്കാം. ഇവിടെ കാണുന്ന ഇതാണ്, ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ഇതും 2 ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ ഇതെന്ത് ഗ്രേഡിയൻ്റാ? ലീനിയർ ഗ്രേഡിയൻ്റ്. ശ്രദ്ധിക്കണം, ഇത് ലീനിയർ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ ഇതോ റേഡിയൽ ഗ്രേഡിയൻ്റ്. തെറ്റിക്കൂലാലോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് തന്നിട്ട് ചോദിക്കാറുണ്ട് ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കണ്ടോ ബ്ലർ അല്ലേ. ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഒപ്പാസിറ്റി. നിങ്ങൾ കുറേ ഓപ്ഷൻ തന്നിട്ട് ചോദിക്കും ഇതിൽ ഏതൊക്കെയാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിലുള്ള സൗകര്യങ്ങൾ. അതിൽ ബ്ലറും ഒപ്പാസിറ്റിയും താഴെയുണ്ട്, അവിടെ ഇല്ല എന്ന് വിചാരിച്ച് പോകരുത്. അതും കൂടി നോക്കിയിട്ട് പോകണം. താഴെയാണ്, നമുക്കതിൻ്റെ ബ്ലറാക്കാൻ പറ്റും അല്ലേ. ഒരു ഇമേജിനെ ബ്ലറാക്കാൻ നമുക്ക് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഉപയോഗിക്കാം. അതിൻ്റെ കടുപ്പത്തിൽ വ്യത്യാസം വരുത്താം, അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചും കൂട്ടിയും നമുക്ക് അതിൻ്റെ കടുപ്പത്തിൽ വ്യത്യാസം വരുത്താനും നമുക്ക് പറ്റും അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയെ ബന്ധപ്പെട്ടിട്ട് പഠിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തിയറിയിൽ ചോദിക്കുന്നതും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, ഞാനിവിടെ നമ്മുടെ റെക്റ്റാങ്കിൾ ടൂൾ, ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ്, ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നു. ഒരു ദീർഘചതുരം ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു ദീർഘചതുരത്തിന്
എനിക്ക് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യണം, ഒരു കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ താഴെയുള്ള കളർ പാലറ്റിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള കളർ ഇതേപോലെ ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ? വെറുതെ ജസ്റ്റ് ആ ഒരു കളറിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ കളർ കിട്ടും. എന്നാൽ ഈ ഒരു ഷേപ്പിൻ്റെ, അതായത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബോർഡർ ഉണ്ടല്ലോ അല്ലേ, അതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ്റെ ആ ഒരു ബോർഡർ ഉണ്ട്, സ്ട്രോക്ക് ഉണ്ട്. ആ സ്ട്രോക്കിന് കളർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് മാർഗമുണ്ട്. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒരു എളുപ്പമാർഗമുണ്ട്. ആ എളുപ്പമാർഗം നമ്മളോട് തിയറിയിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡിലെ ഷിഫ്റ്റ് കീ ഉണ്ടല്ലോ, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ കളർ പാലറ്റിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു കളർ ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഒരു കളർ ചൂസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ സ്ട്രോക്കായിട്ട്, അതായത് ആ ഒരു ഷേപ്പിൻ്റെ ബോർഡറിന് ആ ഒരു കളർ വന്നിട്ടുണ്ട്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കളർ പാലറ്റിൽ നിന്ന് ഡയറക്റ്റ് കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് കളർ പാലറ്റിൽ നിന്ന് കളർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ ബോർഡറിനായിരിക്കും, ആ സ്ട്രോക്ക് കളറായിരിക്കും വരുന്നത്. ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, അതായത് കുറേ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഞാനൊരു സ്റ്റാർ വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ചിലപ്പോൾ നിങ്ങളോടൊരു ചോദ്യം പ്രതീക്ഷിക്കാം, ഈ സ്റ്റാറിന്, അതായത് ഇവിടെയുള്ള ഈ ഒരു ഒബ്ജക്റ്റിന് എനിക്ക് ഏറ്റവും മുകളിലേക്ക് വരുത്തണം എങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ തൊട്ട് മുകളിലേക്ക് 1 സ്റ്റെപ്പ് മുമ്പിലേക്ക് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതിന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു സ്റ്റാറിന്, സ്റ്റാർ എന്ന് ആവണമെന്നില്ല, ഇവിടെ വെച്ചിട്ടുള്ള മറ്റേതൊരു ഒബ്ജക്റ്റ് ആകാം, മറ്റേതെങ്കിലും ഷേപ്പുകളോ ചിത്രങ്ങളോ ആകാം, അതിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് തൊട്ട് മുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, 1 സ്റ്റെപ്പ് നമുക്ക് മുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, തൊട്ട് മുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൽ റൈസ് കൊടുത്താൽ മതി. ഒബ്ജക്റ്റിൽ റൈസ് കൊടുത്താൽ തൊട്ട് മുകളിലേക്ക് എത്തും. ഓക്കെ, നമുക്ക് ഈ ഒരു സ്റ്റാറിനെ ഇവിടെ വന്നിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഒബ്ജക്റ്റുകളുടെയും ഏറ്റവും മുകളിലേക്ക്, ഓക്കെ, നമ്മുടെ ഈ ഒരു സ്റ്റാറിനെ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ഏറ്റവും മുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒബ്ജക്റ്റിൽ റൈസ് ടു ടോപ്പ് കൊടുത്താൽ മതി. റൈസ് ടു ടോപ്പ്, അപ്പോൾ ഏറ്റവും മുകളിലേക്ക് എത്തും. അപ്പോൾ റൈസ് എന്താണെന്ന് പഠിച്ചു, റൈസ് ടു ടോപ്പ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? ഇതേപോലെയുള്ളൊരു രണ്ടെണ്ണം ഉണ്ട്. അതായത് ഏറ്റവും മുകളിലുള്ള ഒബ്ജക്റ്റിനെ തൊട്ട് താഴെ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യും? 1 സ്റ്റെപ്പ് നമുക്ക് ബാക്കോട്ടേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൽ ലോവർ കൊടുക്കുക. ഒബ്ജക്റ്റിൽ ലോവർ, അപ്പോൾ തൊട്ട് താഴേക്ക് പോയിക്കോളും. എന്നാൽ നമ്മുടെ ഏറ്റവും മുകളിലുള്ള ഒബ്ജക്റ്റിനെ ഏറ്റവും താഴെ, അതിന് പുറകിലുള്ള ഒബ്ജക്റ്റുകളുടെ ഏറ്റവും താഴെ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം കൊടുക്കുക. ലോവർ ടു ബോട്ടം, അപ്പോൾ ഏറ്റവും താഴെയായിട്ട് എത്തും. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഈ 4 കാര്യങ്ങളാണ്: റൈസ്, ലോവർ, റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം. ഞാനിവിടെ 2 സർക്കിൾ വെച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് എന്ത് ചെയ്യണം? ഇതിൽ ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ഈ ഒരു സർക്കിളിന് എനിക്ക് ഈ ഒരു ഭാഗം മാത്രമായിട്ട് എനിക്ക് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഈ ഒരു സർക്കിൾ എടുത്ത് ഇതിന് മുകളിൽ വെച്ചിട്ട് നമുക്കിതിനെ രണ്ടിനെയും സെലക്ട് ചെയ്തിട്ട് പാത്തിൽ ഡിഫറൻസ് കൊടുക്കുക. പാത്തിൽ ഡിഫറൻസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം മാത്രമായിട്ട് കിട്ടും. അപ്പോൾ പാത്തിൽ ഡിഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് ആ ഭാഗത്തെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേറെ ഒരു കാര്യം നോക്കാം. അതായത് ഞാനിവിടെ സർക്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു സർക്കിൾ വരക്കുന്നു. ഓക്കെ, ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ഈ വൃത്തത്തെ എനിക്ക് അർദ്ധവൃത്തമാക്കണം, സെമി സർക്കിൾ ആക്കണം, അതായത് പകുതിയാക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വൃത്തം വരച്ച ഉടൻ തന്നെ മുകളിൽ സ്റ്റാർട്ട് എന്നും എൻഡ് എന്നും 2 ഓപ്ഷൻ കാണാൻ പറ്റും. ശ്രദ്ധിക്കുക, സ്റ്റാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? 180 എന്ന് കൊടുക്കുക. 180 എന്ന് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ എൻ്റെൽ 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ 180 എന്ന് പറഞ്ഞ് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മുകളിലുള്ള ഈ ഒരു ഭാഗം നമുക്ക് കിട്ടും, അർദ്ധവൃത്തമായിട്ട് കിട്ടി. എന്നാൽ ഈ സ്റ്റാർട്ടിന് പകരം സ്റ്റാർട്ട് ഞാൻ 0 തന്നെ ആക്കി വെക്കുന്നു. ഓക്കെ, അതിനുശേഷം എൻഡാണ് ഞാൻ 180 ആക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? താഴെയുള്ള ഭാഗമായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ അല്ലേ? ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തെറ്റില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ 180 തന്നെ ആക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്കിനി ഒരു ടെക്സ്റ്റിനെ ഒരു കേവ് രൂപത്തിലേക്ക്, ഓക്കെ, ഒരു കമാനാകൃതിയിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കാം. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനെയും സെലക്ട് ചെയ്യാം. ടെക്സ്റ്റിനെയും സെലക്ട് ചെയ്യാം, നമുക്ക് ഏത് രൂപത്തിലേക്കാണോ മാറ്റേണ്ടത് അതിനെയും സെലക്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു പാത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. രണ്ടിനെയും സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റിൽ പുട്ട് ഓൺ പാത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, തിയറി പറയുമ്പോൾ ഒന്നുകൂടി അത് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാണ്. പുട്ട് ഓൺ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പാത്തിനനുസരിച്ച് അത് വരുന്നതാണ്.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതും എന്നാൽ നമ്മൾ വിട്ടുപോകുന്നതും ഒരു കാര്യമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റിലെ ഓരോ ലെറ്റേഴ്സ് ഇല്ലേ, ഓക്കെ, ഈ ലെറ്റേഴ്സിൻ്റെ ഇടയിലുള്ള അകലം നമുക്ക് ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡിൽ ഓൾട്ട് കീ ഉണ്ട് അല്ലേ, ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഏറോ കീ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ടെക്സ്റ്റുകൾക്കിടയിലെ അകലം ഈ രീതിയിൽ നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു കാര്യം, നമ്മുടെ ഇങ്ക്സ്കേപ്പിലെ ക്യാൻവാസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്, അഥവാ അത് സുതാര്യമാണ്. ഓക്കെ, ഇങ്ക്സ്കേപ്പിലെ ക്യാൻവാസ് ചിലപ്പോൾ അണ്ടർലൈൻ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഡാഷ് ആയിട്ടോ ചോദിക്കാറുണ്ട്. ഇങ്ക്സ്കേപ്പിലെ ക്യാൻവാസ് ട്രാൻസ്പെറൻ്റ് ആണ് അഥവാ സുതാര്യമാണ്. നമ്മുടെ ഇങ്ക്സ്കേപ്പിൻ്റെ അകത്തുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള പേജ് സൈസ് എന്ന് പറയുന്നത് A4 ആണ്. ഇങ്ക്സ്കേപ്പിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് JPG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ PNG ഫോർമാറ്റിലേക്കൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് PNG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ്. അപ്പോൾ ഇത് ഇവിടെ കണ്ടില്ലേ, ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നിങ്ങൾ മറക്കാതിരിക്കേണ്ട, ഷുവറായിട്ട് നോക്കേണ്ട ഒരു 3 ടാബുകളുണ്ട്. പേജ്, ഡ്രോയിങ്, സെലക്ഷൻ. എന്താണ് പേജ് ചോദിക്കാറുണ്ട്. പേജ് ക്ലിക്ക് ചെയ്തിട്ട് ആണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് വരുന്നത് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. പേജ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു പേജ് ബോർഡർ ഉണ്ട് അല്ലേ, അതായത് നമ്മുടെ ഈ ഒരു പേജ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് A4 ആണ്. അപ്പോൾ ഈ പേജ് അതേപോലെ അതിനകത്ത് ഈ ഒരു പേജ് സൈസിലായിരിക്കും നമുക്കിത് എക്സ്പോർട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. എന്നാൽ ഡ്രോയിങ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്യാൻവാസിൽ എവിടെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ വരച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ നമുക്ക് എക്സ്പോർട്ടായിട്ട് കിട്ടും. ഞാനിവിടെ ഈ ഒരു പേജ് ബോർഡറിൻ്റെ ഉള്ളിലും 2 വരച്ചിട്ടുണ്ട്, ഇവിടെയും വരച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ക്യാൻവാസിൽ വരച്ചിരിക്കുന്ന എല്ലാ ഡ്രോയിങ്ങിനെയും നമുക്ക് എക്സ്പോർട്ടായിട്ട് കിട്ടും. ഓൾ ഇമേജ് ഡ്രോൺ ഇൻ ദ ക്യാൻവാസ്, ഈ എല്ലാ ഇമേജസും നമ്മൾക്ക് എക്സ്പോർട്ടായിട്ട് കിട്ടും. എന്നാൽ സെലക്ഷൻ ആണെങ്കിലോ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഈ സ്മൈലി മാത്രം എനിക്ക് എക്സ്പോർട്ട് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ ഈ സ്മൈലി മാത്രം എനിക്ക് എക്സ്പോർട്ട് ചെയ്ത് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റിന് ഏത് ഡ്രോയിങ് ഏതാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സെലക്ഷൻ എന്നത് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ സെലക്ട് ചെയ്തത് മാത്രം നമുക്ക് എക്സ്പോർട്ടായിട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. പിന്നെ കസ്റ്റം ഉണ്ട്, അത് നമുക്കായിട്ട് തന്നെ എത്ര ഭാഗം, എത്ര നീളം, എത്ര വീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കസ്റ്റം എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ നോക്കാം, കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലാത്തത്, അണ്ടർലൈൻ, അല്ലാത്തത്, ഇതിൽ വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാ? അല്ലാത്തത് ദ റൈറ്റ് ആൻസർ ഈസ് ജിംബ്. ഓക്കെ, ജിംബ് ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജിംബ് എന്ന് പറയുന്നത് ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ജിംബ് എന്ന് പറയുന്നത് ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. കാർബൺ, കോറൽ ഡ്രോ, ഞാൻ ആദ്യം ഈ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞതാണ്. ഈ ഒരു സ്ലൈഡിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പിക്ചർ ഫയൽ ഫോർമാറ്റ്? പിക്ചർ ഫയൽ ഫോർമാറ്റ് അല്ലാത്തത് PNG, JPG, SVG, MPEG ഏതാ? ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. PNG, JPG, SVG ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഇമേജ് ഫയൽ ഫോർമാറ്റ് ആണ്. എന്നാൽ MPG എന്ന് പറയുന്ന ഒരു വീഡിയോ ഫയൽ ഫോർമാറ്റ് ആണ്. സോ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കണം, അല്ലാത്തത്, നോട്ട് അഥവാ അല്ലാത്തത് എന്നാ ചോദിച്ചത്, MPEG ആണ്. ഓക്കെ, the name of picture drawn by Arjun in Inkscape software is rose.svg. വാട്ട് ഡസ് SVG റെപ്രസെന്റ്? ഒന്നുമില്ല, നമ്മൾ അർജുന് ഒരു ചിത്രം വരച്ച്, ഒരു റോസിന്റെ ചിത്രമായിരിക്കും. ഓക്കെ, എന്നിട്ട് അത് സേവ് ചെയ്തപ്പോൾ rose.svg എന്ന ആ ഒരു ചിത്രമാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന SVGയുടെ പൂർണ്ണ രൂപം എന്ത്? ഒന്നുമില്ല, SVG എന്നത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ പൂർണ്ണ രൂപം എന്ത്, ഫുൾ ഫോം എന്ത് എന്നൊക്കെ ചോദിക്കാം. ഏതായിരുന്നു നോക്കൂ. ആദ്യം സ്കേലബിൾ വെലോസിറ്റി ഗ്രാഫിക്സ് ആണോ, സ്കേലബിൾ വോളിയം ഗ്രാഫിക്സ് ആണോ, സ്കേലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ആണോ, സെക്ടർ വെക്റ്റർ ഗ്രാഫിക്സ് ആണോ? നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ്, സ്കേലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് വിൽ യൂസ് ടു അറേഞ്ച് വൺ ഓഫ് ദ 4 ഒബ്ജക്ട് യു ഹാവ് ഡ്രോൺ ഇൻ ഇങ്ക്സ്കേപ്പ് ടു ദ ബോട്ടം? ഒന്നുമില്ല, ഇങ്ക്സ്കേപ്പിലെ ഒരു ക്യാൻവാസിൽ വരച്ച 4 ഒബ്ജക്റ്റുകളിൽ ഏറ്റവും മുകളിലുള്ള ഒബ്ജക്റ്റിനെ ഏറ്റവും താഴെയായിട്ട് ക്രമീകരിക്കാൻ ഏത് ഓപ്ഷൻ ഉപയോഗിക്കാം? ഏറ്റവും മുകളിലുള്ളതിന് ഏറ്റവും താഴെയാണ് പറഞ്ഞത് അല്ലെ. ഏറ്റവും മുകളിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ഏറ്റവും താഴെ, ഇങ്ങനെയൊന്നുണ്ടാവും, 4 എണ്ണം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിൽ
ഏറ്റവും മുകളിലുള്ള ഈ ഒരു സാധനത്തിന് ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഏറ്റവും പുറകിലേക്ക് എത്തിക്കണം. ഓക്കെ, ഇവിടേക്ക് എത്തിക്കണം, ഏറ്റവും പുറകിലേക്ക് എത്തിക്കണം. അപ്പം എന്ത് വേണം, ദ റൈറ്റ് ആൻസർ ഈസ് ലോവർ ടു ബോട്ടം. ഓക്കെ, ലോവർ ടു ബോട്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇങ്ക്സ്കേപ്പിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ലഭ്യമായ 2 സങ്കേതങ്ങൾ ചുവടെ നൽകിയവയിൽ നിന്നും കണ്ടെത്തുക. നേരത്തെ പഠിക്കുമ്പോൾ പറഞ്ഞതാണ്, നേരത്തെ ആ സ്ലൈഡ് കാണിക്കുമ്പോൾ പറഞ്ഞതാണ്. പലപ്പോഴും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ചൂസ് ദ 2 യൂട്ടിലിറ്റീസ് അവൈലബിൾ ഇൻ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഓഫ് ഇങ്ക്സ്കേപ്പ്. 2 എണ്ണമാണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. 2 എണ്ണം ചൂസ് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് തരാറുണ്ട് കേട്ടോ. ഞാനിവിടെ 4 ഓപ്ഷൻ കൊടുത്തതാണ്. ഓക്കെ, ഇതിൽ 2 എണ്ണം നിങ്ങൾ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒപ്പാസിറ്റി ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിൽ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിൽ ഒപ്പാസിറ്റി, നമുക്കതിൻ്റെ കടുപ്പമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. ഒപ്പാസിറ്റി ഉണ്ട്. യൂണിയൻ ഉണ്ടോ? യൂണിയൻ എന്ന് പറയുന്നത് പാത്തിലാണ്, യൂണിയൻ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിലല്ല. ബ്ലർ ഉണ്ടോ? ഉണ്ട്. നമ്മൾ ചായക്കപ്പിൽ ആവി ഇങ്ങനെ പറപ്പിച്ചിട്ടുണ്ട് അല്ലെ, നല്ല ചൂട് ചായ ആക്കാൻ വേണ്ടിയിട്ട്, ചായയോ കോഫിയോ. സോ ബ്ലർ എന്നതാണ് അടുത്തത്. ഓക്കെ, പുട്ട് ഓൺ ബാത്ത് ഒന്നും ഫിൽ ആൻഡ് സ്ട്രോക്കിലില്ല. ഓക്കെ, ലുക്ക് അറ്റ് ദ ഇമേജ് ഗിവൺ ബിലോ. ഓക്കെ, ബിലോ അല്ല, ഇവിടെ സൈഡിലുണ്ട്. ഓക്കെ, ഈ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രം ഒന്ന് നോക്കാം. ഓക്കെ, ഇനി വിച്ച് ഓപ്ഷൻ ഇൻ ദ പാത്ത് മെനു, പാത്ത് മെനുവിലെ ഏത് ഓപ്ഷനാണ്, പാത്ത് മെനു ഓഫ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഷുഡ് ബി യൂസ്ഡ് ടു ചേഞ്ച് ദ സർക്കിൾ ഇൻ ഇമേജ് എ ആസ് ഇമേജ് ബി. ഈ ഇമേജ് എയിൽ കാണുന്ന ഈ ഒരു ചിത്രത്തെ ഇമേജ് ബിയിലുള്ളത് പോലെ ആക്കാൻ വേണ്ടിയിട്ട് പാത്ത് മെനുവിലെ ഏത് ഓപ്ഷനാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഏത് ഓപ്ഷൻ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? ദ റൈറ്റ് ആൻസർ ഈസ് പാത്തിൽ ഡിഫറൻസ്. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ തന്നെ പഠിക്കുന്നതാണ് അല്ലേ? ഓക്കെ അല്ലേ? ഇതുപോലുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. അടുത്ത ചാപ്റ്റർ പബ്ലിഷിംഗ്. ഓക്കെ, പബ്ലിഷിംഗ്. ഈ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി വെക്കാം. ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ. ഈ ഒരു അടിച്ചു വരുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ചിത്രമില്ലേ, ഈ ഒരു ചിത്രം ഇതേപോലെ നിങ്ങൾക്ക് തരും. ഓക്കെ, സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഓപ്പൺ ആക്കും, ഇതേപോലെ തരും. എന്നിട്ട് ഇതിൻ്റെ പേരെന്താന്ന് ചോദിക്കും. എന്താ? ക്ലോൺ ഫോർമാറ്റിംഗ്. ഇത് ഇവിടെ ഉണ്ട്. ഓക്കെ, ക്ലോൺ ഫോർമാറ്റിംഗ് എന്നതാണ് ഇതിന്റെ പേര്. ക്ലോൺ ഫോർമാറ്റിംഗ്. ഓക്കെ, എന്തിനാണ് ഈ ക്ലോൺ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത്? ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ ഞാൻ 3 ഡിസ്ട്രിക്റ്റിൻ്റെ പേര്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, കൊല്ലം ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 ഡിസ്ട്രിക്റ്റിൻ്റെ പേര് ഇവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ഞാൻ ചെയ്യുന്നത്? ആദ്യം ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എന്ന ഈ ഒരു ഹെഡിങ്ങിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതിനൊരു കളറും മറ്റൊരു ഫോണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്, ഒരു ഫോണ്ട് സൈസും കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫോണ്ട് കളർ എന്ത് ചെയ്യുന്നു? ഞാൻ ബ്ലൂ ആക്കിയിട്ട് കൊടുക്കുന്നു. ഫോണ്ട് കളർ ബ്ലൂ ആക്കി കൊടുത്തു. ഈ ഒരു ബോൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോൾഡ് ആവും. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇതിന് ഫോണ്ട് സൈസ് കൂട്ടണം. ഫോണ്ട് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഫോണ്ട് സൈസ് കൂട്ടാം. ഞാനിപ്പോൾ ഫോണ്ട് സൈസും കൂട്ടി. ഇവിടെ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിന് ഞാൻ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റുകളൊക്കെ തന്നെ എനിക്ക് ബാക്കിയുള്ള കണ്ണൂർ ഡിസ്ട്രിക്റ്റിനും കൊല്ലം ഡിസ്ട്രിക്റ്റിനും കൊടുക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ഇതേപോലെ തന്നെ ഇതും സെലക്ട് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ? അതിന് പകരം നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനാണ് ക്ലോൺ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇതിലുള്ള ഫോർമാറ്റുകളെ മറ്റൊന്നിലേക്ക് പകർത്തണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മുടെ ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ ഉണ്ട്. ഈ ക്ലോൺ ഫോർമാറ്റിംഗ് ടൂള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ആ ഒരു ഫോർമാറ്റ് പകർത്തേണ്ടത്, ആ പകർത്തേണ്ട ടെക്സ്റ്റിനെ ഇതേപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ ഫോർമാറ്റുകളും ആ ഒരു ടെക്സ്റ്റിലേക്ക് വരും. ഓക്കെ, സ്റ്റൈലിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ 3 ഡിസ്ട്രിക്റ്റിൻ്റെയും പേരിനെ ഞാൻ ഈ ഡോക്യുമെൻറ്റിൽ ഹെഡിങ് 2 എന്ന സ്റ്റൈലിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങനെയായിരുന്നു കൊടുക്കുന്നത്? അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതാണോ ഹെഡിങ് ആക്കേണ്ടത്, ഹെഡിങ് ആയിക്കോട്ടെ, അത് ഹെഡിങ് 1ഓ 2ഓ ടെക്സ്റ്റ് ബോഡിയോ എന്തോ ആയിക്കോട്ടെ, ഏത് സ്റ്റൈൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ആവശ്യമായിട്ടുള്ളതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നതിനെയാണ് നമ്മൾ സ്റ്റൈൽ ബോക്സ് വിൻഡോ എന്ന് പറയുന്നത്. ഈ സ്റ്റൈൽ ബോക്സ് വിൻഡോയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സ്റ്റൈൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഹെഡിങ് 2 എന്ന സ്റ്റൈൽ കൊടുക്കുന്നു. അപ്പോൾ ആ ഹെഡിങ് 2 എന്ന സ്റ്റൈൽ ഈ ഒരു ടെക്സ്റ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡോക്യുമെൻറ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു, ഇത് ഹെഡിങ് 2 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഞാൻ അടുത്തതും സെലക്ട് ചെയ്യുന്നു, ഇതിനും ഹെഡിങ് 2 എന്ന സ്റ്റൈൽ കൊടുക്കുന്നു. അതേപോലെ അവസാനത്തെ ഈ ഒരു ഹെഡിങ്ങിനും സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിനകത്തുള്ള 3 ഹെഡിങ്ങുകൾക്കും ഹെഡിങ് 2 എന്ന സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് ഈ പച്ച കളറല്ല വേണ്ടത്, എനിക്ക് ഇതിനൊക്കെ തന്നെ നീല കളറാണ് വേണ്ടത്, ബ്ലൂ കളറാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഓരോന്നും സെലക്ട് ചെയ്തിട്ട് മാറ്റണോ? അതൊന്നും വേണ്ട. ഓൾറെഡി നമ്മൾ ഇതിന് സ്റ്റൈലൊക്കെ കൊടുത്തത് കൊണ്ട് ആ ഒരു സ്റ്റൈലിനെ മാത്രം നമ്മൾ മോഡിഫൈ ചെയ്താൽ മതി. അതിനുവേണ്ടി എന്താണ് ചെയ്യാന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൈൽ ബോക്സ് വിൻഡോ വരും. ഇവിടെ താഴെയായിട്ട് മോർ സ്റ്റൈൽസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ സ്റ്റൈൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റൈൽസ് വിൻഡോ ഉണ്ട്. ഈ സ്റ്റൈൽസ് വിൻഡോയിലെ ഈ പാരഗ്രാഫ് സ്റ്റൈൽസ് ഭാഗത്തിൽ ഇവിടെ നമുക്ക് നമ്മൾ ഓൾറെഡി കൊടുത്ത സ്റ്റൈലുകൾ ഇവിടെ കാണാൻ പറ്റും. ഓൾറെഡി ഉള്ള സ്റ്റൈലുകളൊക്കെ കാണാൻ പറ്റും. അതിൽ ഓൾറെഡി നമ്മുടെ ഹെഡിങ് 2 ഉണ്ടല്ലോ. ഈ ഹെഡിങ് 2-ൽ നമുക്ക് മാറ്റം വരുത്തണം. അതിനുവേണ്ടി ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ കൊടുക്കുക. എന്നിട്ട് എന്തൊക്കെയാണോ നമുക്കിത് മാറ്റം വരുത്തേണ്ടത്, ഇതിനെ മോഡിഫൈ കൊടുക്കേണ്ടത്, ചേഞ്ചസ് വരുത്തേണ്ടത്, അതൊക്കെ തന്നെ ഈ വിൻഡോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വിൻഡോനെയാണ് നമ്മൾ സ്റ്റൈൽ ഫോർമാറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഫോണ്ട് എഫക്ട്സ് എന്ന് പറയുന്ന ടാബിനകത്ത് ഫോണ്ട് കളർ ഉണ്ട്. ഈ ഫോണ്ട് കളർ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ബ്ലൂ കൊടുക്കുന്നു. ഓക്കെ, ബ്ലൂ കൊടുത്തിട്ട് അപ്ലൈ കൊടുത്ത് ഓക്കെ അടിക്കുന്നതോടുകൂടി കണ്ടില്ലേ, അവിടെ എവിടെയൊക്കെ ആയിരുന്നോ ഞാൻ ഹെഡിങ് 2 എന്ന സ്റ്റൈൽ കൊടുത്തത് അതിനൊക്കെ തന്നെ ഒറ്റയടിക്ക് ആ കളർ വന്നിട്ടുണ്ട് അല്ലേ. ഓരോന്ന് സെലക്ട് ചെയ്യുമോ അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, അതിനൊക്കെ ഓരോ സ്റ്റൈൽ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റൈലിൽ ഒരു മോഡിഫൈ ചെയ്തപ്പോൾ, ആ സ്റ്റൈലിനൊന്ന് മാറ്റം വരുത്തിയപ്പോൾ ആ സ്റ്റൈൽ കൊടുത്ത എല്ലാ ടെക്സ്റ്റിനും ആ മാറ്റം വരുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ളതിൽ കൃത്യമായിട്ട് ഇത്തരത്തിൽ സ്റ്റൈൽ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം ഇതാണ്. ഈ ഒരു വിൻഡോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റൈൽ ഫോർമാറ്റിംഗ് വിൻഡോ. ഈ സ്റ്റൈൽ ഫോർമാറ്റിംഗ് വിൻഡോയിൽ വെച്ചിട്ട് 2-3 രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, നമുക്ക് ഒരു സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യണം. ഒരു സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റൈൽ ഫോർമാറ്റിംഗ് വിൻഡോ എടുക്കുമല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ഫോണ്ട് എന്ന് പറയുന്ന ടാബാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തത്. ഫോണ്ട് എന്ന് പറയുന്ന ടാബാണ് ഇവിടെ ഓപ്പൺ ചെയ്തത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഡോക്യുമെന്റിൽ ആർട്ടിക്കിൾ മലയാളമാണോ ഇംഗ്ലീഷ് ആണോ എന്ന് നോക്കാം. മലയാളമാണെങ്കിൽ ഇതിലെവിടെയാണ്, വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണോ CTL ഫോണ്ടിലാണോ മാറ്റം വരുത്തേണ്ടത്? ശ്രദ്ധിച്ചോ, വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് ആണെങ്കിൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. CTL എന്ന് പറയുന്നത് മലയാളമാണ്. മലയാളം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഇംഗ്ലീഷ്, മലയാളം. ഇംഗ്ലീഷ് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണ് മാറ്റം വരുത്തേണ്ടത്. മലയാളമാണ് ലാംഗ്വേജ് എങ്കിൽ മലയാളം CTL ഫോണ്ടിലാണ് മാറ്റം വരുത്തേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പ്രാക്ടിക്കലൊക്കെ പഠിക്കുന്ന സമയത്ത് പല കുട്ടികളും വിട്ടുകളയുന്ന ഒരു കാര്യമാണ് ഈ ഒരു 1-2 പോയിന്റിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പം എന്തെങ്കിലും മാഗസിന്, ബുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യണം, ബുക്കൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർസ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാം. അത്തരത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർസുകളാണ് സ്ക്രൈബസ്, പേജ് മേക്കർ, പബ്ലിഷർ. സ്ക്രൈബസ്, പേജ് മേക്കർ, പബ്ലിഷർ, ഈ 3 പേര് ആലോചിച്ച് വെച്ചേക്കാം. ആ സ്ക്രൈബസ് എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അഥവാ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അഥവാ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് സ്ക്രൈബസ് എന്ന് പറയുന്നത്. ഇനി ലാടെക്. എക്സ് ആണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, ലാടെക് എന്നാണ്. എന്താണ് ലാടെക്? ചിലപ്പോൾ പലർക്കും ഇത് പുതിയൊരു വേർഡ് ആയിരിക്കും അല്ലേ, പുതിയതായിട്ട് കേൾക്കുന്ന. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കേട്ടിട്ടേ ഉണ്ടാവില്ല എന്ന് പലരും ഉണ്ടാവും. എന്നാൽ ഇനി കേട്ടോ, ലാടെക് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയല്ല, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ തന്നെയാണ് ലാടെക് എന്ന് പറയുന്നത്. അതൊരു സിസ്റ്റം ആണ്, സത്യത്തിൽ ഒരു ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ സിസ്റ്റം എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. നമ്മൾ സാധാരണ ലിബ്രിയോഫീസ് റൈറ്റർ ആ ഒരു രീതിയിലല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. ഒരു ലാംഗ്വേജ് ഉണ്ട്. ലാടെക് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പല കാര്യങ്ങളും തയ്യാറാക്കുന്നത്. ഈ ലാടെക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ, ശാസ്ത്രലേഖനങ്ങളും പഠന പ്രബന്ധങ്ങളും. ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്നുണ്ട് സയന്റിഫിക് ആർട്ടിക്കിൾസ് ആൻഡ് റിസർച്ച് റിപ്പോർട്ട്സ്. ഈ ഒരു കാര്യം തന്നിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ശാസ്ത്രലേഖനങ്ങളും പഠന പ്രബന്ധങ്ങളും തയ്യാറാക്കാൻ കൂടുതലായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ലാടെക് എന്ന് പറയുന്ന സിസ്റ്റമാണ്. കാരണം ആ ലാടെക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവിടെ നമ്മൾ ലാടെക് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില കമാൻഡ്സുകളൊക്കെ ആയിട്ട് നമുക്ക് ഈ ശാസ്ത്രലേഖനങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചിലപ്പോൾ പല ഇക്വേഷൻസ് നമുക്ക് വേണ്ടി വരും. ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടെക്സ്റ്റ് മേക്കർ, ടെക്സ്റ്റ് സ്റ്റുഡിയോ, ടെക്സ്റ്റ് വർക്ക്, ഇതൊക്കെ തന്നെ ഈ ലാടെക് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പഠന പ്രബന്ധങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന, പല കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, പബ്ലിഷിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 വ്യക്തികളുടെ പേര് പഠിക്കാനുണ്ട്. ആ 2 വ്യക്തികളാണ് ഡൊണാൾഡ് ക്നുപ്തും ലിസി ലാംപോർട്ടും. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഡൊണാൾഡ് ക്നുപ്ത് എന്താ ചെയ്തത്? ആ വ്യക്തി ചെയ്തത് ടെക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തയ്യാറാക്കുകയാണ് ചെയ്തത്. ഡൊണാൾഡ് ക്നുപ്ത് ഡെവലപ്പ് എ പ്രോഗ്രാം കോൾഡ് ടെക് ഇൻ 1977. 1977. എന്തിനാ?
ടൈപ്പ് സെറ്റിംഗ് ടെക്നിക്കൽ ഡോക്യുമെന്റിൽ ടൈപ്പ് സെറ്റിംഗ് ചെയ്യും. ലിസി ലാംപോർട്ട് എന്താ ചെയ്തേ? ലിസി ലാംപോർട്ട് ചെയ്തത് ഈ ടെക് എന്ന് പറയുന്ന, ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു ടെക് എന്ന പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോഴും പഠിച്ചിട്ടുള്ള ലാടെക് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ, ആ ഒരു സിസ്റ്റത്തിന് രൂപകൽപ്പന ചെയ്തു. ലിസി ലാംപോർട്ട് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ലാടെക് എന്ന് പറയുന്നത്. ലാടെക് വികസിപ്പിച്ചത് ലിസി ലാംപോർട്ട് ആണ്. ടെക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ടെക് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം തയ്യാറാക്കിയത് ഡൊണാൾഡ് കനുത്ത് ആണ്. രണ്ടുപേരുടെയും പേര് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇൻഡെക്സ് ടേബിളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തിയറിയിൽ ചോദിക്കാറുണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം ഒരു ഇൻഡെക്സ് ടേബിൾ നമുക്ക് തയ്യാറാക്കണം, അഥവാ ഉള്ളടക്ക പട്ടിക തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതിലാവശ്യമായിട്ടുള്ള ഹെഡിങ്ങുകൾക്ക് കൃത്യമായ സ്റ്റൈൽ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇതിലുള്ള 3 ഹെഡിങ് ഉണ്ട്. ഈ 3 ഹെഡിങ്ങിന് ഞാൻ ഹെഡിങ് 2 എന്ന സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 ഹെഡിങ്ങിനും ഹെഡിങ് 2 എന്ന സ്റ്റൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കാണാം. അപ്പോൾ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലുള്ള ഹെഡിങ്ങുകളെ ആ സ്റ്റൈൽ വെച്ചിട്ട് മനസ്സിലാക്കിക്കോളും. അങ്ങനെ കൃത്യമായ സ്റ്റൈൽ കൊടുത്ത ശേഷം എവിടെയാണോ നമുക്ക് നമ്മുടെ ആ ഒരു ഇൻഡെക്സ് ടേബിൾ കൊണ്ടുവരേണ്ടത് അവിടെ നമ്മുടെ കേഴ്സർ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇൻസെർട്ടിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓഫ് ബിബ്ലിയോഗ്രഫി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വിൻഡോ ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്നു? ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടെ കൃത്യമായിട്ട് ഞാൻ ഹെഡിങ് 2 എന്ന സ്റ്റൈൽ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റൈലിനെ മനസ്സിലാക്കിയിട്ടാണ്, ആ ഒരു സ്റ്റൈലിനെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് അഥവാ ഇൻഡെക്സ് ടേബിൾ തയ്യാറാക്കി തരുന്നത്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാനിപ്പം ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ലൈനിന് നേരെ മൗസ് കൊണ്ടുപോയിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എന്ന് എഴുതി ആ ഒരു ഭാഗത്തേക്ക്, ആ ഒരു പേജിൽ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് കാണാം അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് അല്ലേ, ഈ ടേബിൾ ഓഫ് കണ്ടൻസിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ കേഴ്സർ കൊണ്ടുപോകുമ്പോൾ തന്നെ കാണാം അല്ലേ? കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട്, ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, ആ ഒരു പേജിൽ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ലിബ്രെ ഓഫീസ് റൈറ്ററിലാണ് ഓൾറെഡി ഉള്ളത്. ഈ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ ഇവിടെ കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് ടേബിൾ ഓഫ് കണ്ടന്റിൽ ഏതെങ്കിലുമൊക്കെ ഹെഡിങ്ങിനോ ആ ഒരു ഭാഗത്ത് എന്താണോ ഉള്ളത് അവിടെ നമുക്ക് പോകേണ്ടത് അവിടെ കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പേജിൽ ആ ഒരു ഭാഗത്തേക്ക് പോകും. എന്നാൽ ഞാനിതിപ്പോൾ ലിബ്രെ ഓഫീസ് റൈറ്ററിലല്ലേ ഉള്ളത്, ഞാനിതിനെ PDF ആയിട്ട് മാറ്റാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് നമുക്കൊരു ലിബ്രെ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് അതിനെ PDF ആക്കി മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണ്? PDF ആക്കി മാറ്റാൻ ഇവിടെ തന്നെ ഡയറക്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, എക്സ്പോർട്ട് ആസ് PDF. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ടെസ്റ്റ് എന്ന പേരിൽ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല, ടെസ്റ്റ് എന്ന പേരിൽ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ ഞാനിതിനെ സേവ് ചെയ്യാണ്. ഞാൻ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു PDF ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ ആ ഒരു കൃത്യമായിട്ട് അത് വന്നത് കാണാൻ പറ്റും. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ ടേബിൾ ഓഫ് കണ്ടന്റ് ഉണ്ട് അല്ലേ? ഇവിടെ നിന്ന് എനിക്കിനി കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പേജിൽ ആ ഒരു ഭാഗത്തേക്ക് വരും. ഇവിടെ കൺട്രോൾ കീ യൂസ് ചെയ്യേണ്ട. അപ്പോൾ PDF ആക്കി എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ആ PDF-ൽ നിന്നാണ് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻസിൽ നിന്ന് അഥവാ ഉള്ളടക്ക പട്ടികയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പേജിലേക്ക് പോവേണ്ടതെങ്കിൽ ജസ്റ്റ് അതിന് മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് പോയിക്കോളും. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് മെയിൽ മർജ്. എന്താണ് മെയിൽ മർജ്? ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഓക്കെ, ചെറിയൊരു കഥ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മെയിൽ മർജ് എന്താണെന്ന് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്കൂളിൽ ഒരു കലോത്സവം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളെ ഒക്കെ തന്നെ ആ ഒരു കലോത്സവത്തിന് വിളിക്കണം. ഓക്കെ, നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ തന്നെ ആ കലോത്സവത്തിന് വിളിക്കണം. ഇപ്പോൾ കലോത്സവത്തിന് ഒരു 100 1000 എത്ര ആയിക്കോട്ടെ, ഒരു 100 രക്ഷിതാക്കളെ നിങ്ങൾക്ക് വിളിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ 100 രക്ഷിതാക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കത്ത് എഴുതിയിട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, കത്ത് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയിട്ട് ഇങ്ങനെ കുറേ കത്തുണ്ടാവും. ഓക്കെ, അതൊക്കെ തയ്യാറാക്കിയിട്ട് അയച്ചു കൊടുക്കണം. ഓരോ രക്ഷിതാവിൻ്റെയും പേരും ഡീറ്റെയിൽസും ഒക്കെ ഓരോ കത്തിലും വെക്കണം. ആദ്യത്തെ രക്ഷിതാവ്, രണ്ടാമത്തെ രക്ഷിതാവ്, 3 അങ്ങനെ ഓരോന്നിലും ഓരോ കത്തിലും അവരുടെ പേര് ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്ത് ചേർക്കുക എന്ന് പറയുന്നത് എത്ര കത്തുകൾ തയ്യാറാക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മെയിൽ മർജ് സങ്കേതം. എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് മെയിൽ മർജ് ചെയ്യേണ്ടിക്കാൻ 2 സാധനങ്ങൾ വേണം. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോ, തിയറിയിൽ ചോദിക്കാറുണ്ട്. മെയിൽ മർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം വേണം. ഒന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് കത്താണെന്ന് വിചാരിക്കുക. കത്താണെങ്കിൽ നമ്മൾ ലിബ്രെ ഓഫീസ് റൈറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് ആ കത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഇതേപോലെ തയ്യാറാക്കണം. ഓക്കെ, അത് ആ കത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നുള്ള കാര്യങ്ങൾ തയ്യാറാക്കണം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ആവശ്യമുള്ള എത്ര രക്ഷിതാക്കളുണ്ടോ അവരുടെ ഒക്കെ തന്നെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഇതേപോലെ ടേബിളായിട്ട് തയ്യാറാക്കണം. ഓക്കെ, ഇതേപോലെ
ടേബിൾ ആയിട്ട് തയ്യാറാക്കണം. ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, നമുക്ക് 10ാം ക്ലാസ്സിൽ കാൽക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനൊന്നുമില്ല, പക്ഷേ ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ എന്ത് ചെയ്യാം, അവരുടെയൊക്കെ തന്നെ ഡീറ്റെയിൽസ് ഒരു ടേബിൾ രൂപത്തിൽ സ്റ്റോർ ചെയ്യാം. രക്ഷിതാക്കളുടെ ഒക്കെ തന്നെ ഡീറ്റെയിൽസ് തയ്യാറാക്കിയിട്ട് .ods എന്ന എക്സ്റ്റൻഷൻ ശ്രദ്ധിക്കുക, .ods. ഈ .ods എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ലിബർ ഓഫീസ് കാൽക്കിലായിരിക്കും തയ്യാറാക്കിയിട്ടുണ്ടാവുക. അത് മാത്രം പോരാ, നമുക്ക് എന്ത് വേണം, അവർക്ക് കൊടുക്കാനുള്ള കത്തിൻ്റെ ഒരു മോഡൽ, അത് .odt. ഓക്കെ, അത് ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയതാണ്. ഓക്കെ അല്ലേ, അതൊരു ODT ഫയലായിരിക്കും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് മെയിൽ മർജ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവരുടെ ഒക്കെ തന്നെ ഡീറ്റെയിൽസ്, രക്ഷിതാക്കളുടെ ഒക്കെ തന്നെ ഡീറ്റെയിൽസ് നമ്മുടെ കത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ രക്ഷിതാവിനും ഓരോരോ കത്തായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ പഠിക്കുന്നത് ഫ്രെയിമിനെ പറ്റിയാണ്. നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില കുട്ടികൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ ഫ്രെയിം എന്താണെന്ന് മനസ്സിലാക്കാൻ തിയറിയിൽ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ ഫ്രെയിമിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് ഞാനിവിടെ ഇൻസേർട്ട് എടുക്കുന്നു. ഇൻസേർട്ടിൽ നമുക്ക് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫ്രെയിം എന്ന് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഫ്രെയിം ചൂസ് ചെയ്യുന്നു. ഇൻസേർട്ട് ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം ഇൻട്രാക്റ്റീവിൽ ഉണ്ട്, ഫ്രെയിം ഉണ്ട്, ഫ്ലോട്ടിംഗ് ഫ്രെയിം ഉണ്ട്. ഇവിടെ ഞാൻ ഫ്രെയിം ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോ ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, എനിക്ക് ചെറിയൊരു ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ എനിക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിനെ കുറച്ചൊന്ന് വലുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ ഞാൻ ഈ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഡോക്യുമെൻറ്റിനകത്ത് എവിടെ വേണമെങ്കിലും സൗകര്യപ്രദമായിട്ട് ഒരു ടെക്സ്റ്റിനെയോ അല്ലെങ്കിൽ ഇമേജിനെയോ എനിക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന വിധത്തിൽ വെക്കാൻ പറ്റും. ഈ ഡോക്യുമെൻറ്റിൽ ഏത് ഭാഗത്തും എനിക്കിപ്പം ഇവിടെ ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഡോക്യുമെൻറ്റിനകത്ത് എവിടെ വേണമെങ്കിൽ ഈ ഫ്രെയിമിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകമായിട്ട് അത് നിൽക്കുന്ന വിധത്തിൽ വെക്കാൻ വേണ്ടി പറ്റും. വളരെ പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. Which among the following is the easiest way to apply the format given to a text to another one? Okay, given to a text to another one in a document created in LibreOffice Writer. ഒന്നുമില്ല, LibreOffice Writer തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്റ് ഒരു ടെക്സ്റ്റിന് കൊടുത്തിരിക്കുന്ന ഫോർമാറ്റ് മറ്റൊന്നിലേക്ക് പകർത്താൻ ഏറ്റവും എളുപ്പമായ മാർഗം, ഒന്നിന് മറ്റൊന്നിലേക്ക് പകർത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതാ? സിമ്പിൾ ആണ്, വളരെ എളുപ്പമുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ക്ലോൺ ഫോർമാറ്റിംഗ്. ഓക്കെ അല്ലേ? അടുത്തത്, ലിബർ ഓഫീസ് റൈറ്റർ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്റിൽ ഉള്ളടക്ക പട്ടിക, ഓക്കെ, ടേബിൾ ഓഫ് കണ്ടൻസ്, ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്താൻ ചില ടെക്സ്റ്റുകൾ ഹെഡിങ്ങുകളായി നിർവചിക്കണം. ഇതിന് ലിബർ ഓഫീസ് റൈറ്ററിൽ ഉപയോഗിക്കാവുന്ന ഏതാണ് ലിബർ ഓഫീസ് റൈറ്റർ ഉപയോഗിക്കുന്ന ഫീച്ചർ ഏതാണ്? നമുക്ക് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കണ്ടെങ്കിൽ നമ്മൾ അതിൽ ഹെഡിങ് ആണെങ്കിൽ ഹെഡിങ്, സബ് ഹെഡിങ് ആണെങ്കിൽ സബ് ഹെഡിങ്, അത് നമ്മൾ സോഫ്റ്റ്വെയറിന് പറഞ്ഞു കൊടുക്കണം അല്ലേ? ഇന്നത് സബ് ഹെഡിങ് ആണ്, ഇന്നത് ഹെഡിങ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് ആ ഒരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് നമുക്കിങ്ങനെ താഴെ വരുന്നത്, ആ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ കൃത്യമായിട്ട് വരുന്നത് ആ എന്തോ ഒരു കാര്യം നമ്മൾ ആ കൊടുക്കുന്ന എന്തോ കാര്യം മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സ്റ്റൈൽസ് ആണോ, ഫിൽറ്റർ ആണോ, ക്ലോൺ ഫോർമാറ്റിംഗ് ആണോ, മെയിൽ മർജ് ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഹെഡിങ് 1, ഹെഡിങ് 2 അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്റ്റൈൽസ് ആണ്. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കിക്കോ, മലയാളം മീഡിയങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞുതരാം. ഗിവൺ ബിലോ ആർ സം സ്റ്റേറ്റ്മെന്റ് ടു കൺസിഡർ വെൻ മോഡിഫൈയിങ് സ്റ്റൈൽസ് ഇൻ LibreOffice Writer. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ്? ശ്രദ്ധിക്കണം, ഫോൾസ്. ഓക്കെ, ഫോൾസ് ആണ് ഇവിടെ പറയുന്നത്. തെറ്റായത് ഏതാണ് എന്നാണ് പറയുന്നത്, ശ്രദ്ധിച്ചോ. ഇൻ കേസ് ഇംഗ്ലീഷ് ഫോണ്ട് ആണെങ്കിൽ ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്. ഇംഗ്ലീഷ് ഫോണ്ട് ആണെങ്കിൽ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് ആണോ? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇംഗ്ലീഷ് ഫോണ്ട് ആണെങ്കിൽ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്. ശരിയാണത്. ഇംഗ്ലീഷ് ഫോണ്ട് ആണെങ്കിൽ ചേഞ്ചസ് വരുത്തേണ്ടത് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണ്. ഇംഗ്ലീഷ് ഫോണ്ട് ആണെങ്കിൽ ചേഞ്ച് വരുത്തേണ്ടത് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മളോട് ഇവിടെ പറഞ്ഞത് തെറ്റായത്, ഫോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഇത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത് നോക്കാം. ഇൻ കേസ് ഓഫ് മലയാള ഫോണ്ട് ആണെങ്കിൽ ചേഞ്ചസ് വരുത്തേണ്ടത് CTL ഫോണ്ടിലാണ്. അത് രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത് തെറ്റായതാണ്. അപ്പോൾ ഇത് നോക്കിയേ, ഇൻ കേസ് ഇംഗ്ലീഷ് ഫോണ്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ CTL ഫോണ്ട്. ശരിയാ? ശരി മീൻസ് മലയാള ഫോണ്ട് ആണെങ്കിൽ നമ്മൾ CTL-ലാണ് മാറ്റം വരുത്തേണ്ടത്. ഇംഗ്ലീഷ് ആണെങ്കിൽ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്. ഇവിടെ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഫോണ്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് CTL ഫോണ്ട്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ കേസ് ഓഫ് മലയാള ഫോണ്ട് ഷുഡ് ബി മെയ്ഡ് ഇൻ ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ഇൻ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്. അത് രണ്ടുമാണ് തെറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ തന്നെ നോക്കിയിട്ട് കൃത്യമായിട്ട് പോവുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോകളും വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആ വീഡിയോ ഒക്കെ കാണുക. അപ്പോൾ റെഡി, അടുത്ത വീഡിയോയിൽ കാണാം.